എസ് പി പിള്ള മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയും മഹാനടനുമായിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എസ് പി പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച എസ് പി പിള്ള സ്മൃതിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യകാല മലയാള സിനിമകളിൽ ശ്രദ്ധേയനായ താരമായിരുന്ന എസ് പി പിള്ള ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി വേഷങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ജീവിതനൗക, വനമാല, അവകാശി, ചെമ്മീൻ, നായര് പിടിച്ച പുലിവാല്, ഭാർഗവി നിലയം, നിർമാല്യം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയവയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നമ്മളുടെ സിനിമാരംഗം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആധിപത്യം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കാണ്. അവരൊന്നിനും പിന്നിലോട്ടില്ല. നിങ്ങൾ അവരുടെ ഓരോ കഴിവെടുത്ത് ടെസ്റ്റ് ചെയ്താൽ അവരൊന്നിനും പിന്നിലോട്ടില്ല. എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. ഞാനത് പേര് പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതേയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എസ് പി പിള്ളയാണ്. അദ്ദേഹം ഏറ്റുമാനൂരിൽ ഒരു കാരണവരെ പോലെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. മറ്റ് പ്രദേശങ്ങളിൽ അദ്ദേഹം ആളുകൾക്ക് എപ്പോഴും ചിരിക്കുന്നതിനുള്ള ഓരോ ഇടമുണ്ടാക്കി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ആ ചിന്ത വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഹാസ്യനടൻ എന്നുള്ള നിലയിൽ അറിയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പരാമർശം ഞാൻ നോക്കുകയാണ്. അദ്ദേഹം ഹാസ്യം കലർത്തി കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു ഹാസ്യ കഥാപാത്രമല്ല. അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടുകൂടി വികാരഭരിതമായി ജനങ്ങളുടെ മുമ്പിൽ വിഷയം എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല ഗൗരവമുള്ള നടനായി ചില രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ എസ് പി പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷനായിരുന്നു. എസ് പി പിള്ള സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച നടനുള്ള നടനരത്ന പുരസ്കാരം ചലച്ചിത്ര താരം വിജയരാഘവൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി. ഞാൻ അങ്ങനെ ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്നൊരു നടനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിലെ അഭിനയ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ്. അന്ന് നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് ശബ്ദവിന്യാസത്തിലൂടെ മാത്രമാണ്. അന്ന് മൈക്കില്ലല്ലോ. അപ്പം വളരെ ശബ്ദത്തിൽ പറയണം, എങ്കിൽ മാത്രമേ പുറകിലിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള അഭിനയ രീതി പിന്തുടർന്നു വന്ന ഒരാളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം സിനിമയിൽ വന്നപ്പോൾ സിനിമയ്ക്ക് പറ്റിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. സിനിമയിൽ നമ്മുടെ വികാരങ്ങളൊക്കെ വളരെ അടുത്ത് കാണാമല്ലോ. ക്യാമറ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യന്ത്രം ഉള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിലെ ഒരു ഇമവെട്ടല് പോലും വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകന് മനസ്സിലാവും. സ്റ്റേജിലാണെങ്കിലും മനസ്സിലാകില്ല. പക്ഷെ ഇത് തമ്മിൽ, നാടകവും സിനിമയും തമ്മിൽ അഭിനയത്തിൽ വളരെ വ്യത്യസ്തമാണ് അതിനുള്ള സമീപനം. ആശാൻ അന്ന് അഭിനയിച്ച ഈ പറഞ്ഞ കുറച്ച് എക്സാജറേറ്റഡ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഒരു ഹാസ്യ നടനായിരുന്നു. ഹാസ്യ നടനാകുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നടനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് ഹാസ്യം അഭിനയിക്കാനാണ്. ചിരിപ്പിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. വിവിധ അവാർഡുകളായ കർമ്മരത്ന പുരസ്കാരം മുൻമന്ത്രി VN വാസവനും, വിദ്യാരത്ന പുരസ്കാരം മംഗളം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസും, ഏറ്റുമാനൂർ രത്ന പുരസ്കാരം ആലപ്പുഴ ജില്ലാ കളക്ടറും ഏറ്റുമാനൂർ സ്വദേശിയുമായ ഷാജി V നായരും സ്വീകരിച്ചു. പ്രതിഭാരത്ന പുരസ്കാരം ഹരി ഏറ്റുമാനൂരും, വൈദ്യരത്ന പുരസ്കാരം ഡോക്ടർ സത്യദേവ് വാസു വൈദ്യരും, കായികരത്ന പുരസ്കാരം ഗുസ്തി പരിശീലകൻ ജോൺ ചെറിയാനും, നാടകരത്ന പുരസ്കാരം വൈക്കം പ്രദീപ് മാളവികയും, സാഹിത്യരത്ന പുരസ്കാരം ആശാ പ്രദീപും സ്പീക്കറിൽ നിന്നും ഏറ്റുവാങ്ങി. നാട്ടകം സുരേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം മുൻ ചീഫ് വിപ്പ് PC ജോർജ് നിർവഹിച്ചു. കലാകായിക പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം നഗരസഭാ ചെയർമാൻ ടോമി കുരുവിള പൊലിമാൻതുണ്ടം നിർവഹിച്ചു. സതീഷ് തര്യൻ രചിച്ച നോവൽ രാമായണം SMSM ലൈബ്രറി പ്രസിഡന്റ് G പ്രകാശ് SP പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂരിന് നൽകി പ്രകാശനം ചെയ്തു. G ജഗദീഷ് സ്വാമി ആശാൻ, MK സുഗതൻ, PA മായൻ, ബിജു കുമ്പിക്കൽ, മുനിസിപ്പൽ കൗൺസിലർമാരായ TP മോഹൻദാസ്, രശ്മി ശ്യാം, താര സുരേഷ്, N അരവിന്ദാക്ഷൻ നായർ, PK രാജൻ, ബെന്നി ഫിലിപ്പ്, PP നാരായണൻ,
സിറിൽ നരിക്കുഴി, സരസമ്മ ആർ പണിക്കർ, ഷാജി തെർലകം, പ്രസാദ് കാണക്കാരി, സുരേഷ് ബാബു PB, പ്രകാശ് മണി, ബൈജു മടപ്പാട്, ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു.